അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമാ ബഅദു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിന് മുൻപിൽ ഇന്ന് സമൂഹ കാലഘട്ടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് മാതാപിതാക്കൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആരാണ് മാതാപിതാക്കൾ? ഈ ലോകത്തെ പരിപാലിച്ച്, ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു തആലക്ക് തൊട്ടു പിറകിലായിട്ട് മാതാപിതാക്കൾക്ക് സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ അവരെത്രമാത്രം ഉയർന്ന പദവിയിലാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടല്ലേ ഇസ്രാഈലിന്റെ 23-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നിന്റെ രക്ഷിതാവ് നിന്നോട് വിധിച്ചിരിക്കുന്നു. എന്താണ് വിധിച്ചിരിക്കുന്നത് പ്രിയരേ? എന്താണ് വിധിച്ചിരിക്കുന്നത്? നിന്റെ രക്ഷിതാവ് നിന്നോട് വിധിച്ചിരിക്കുന്നു. എന്താണ് വിധിച്ചിരിക്കുന്നത്? അവനല്ലാതെ മറ്റാരെയും നീ ആരാധിക്കരുത്. എന്താണ്? അവനല്ലാതെ മറ്റാരെയും നീ ആരാധിക്കരുത്. അതിന് തൊട്ടു പിറകിലായിട്ട് റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല പെരുമാറ്റം മാത്രം സ്വീകരിക്കുക. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, റബ്ബ് സുബ്ഹാനഹു തആലക്ക് തൊട്ടുപിറകിലായി മാതാപിതാക്കൾക്ക് സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം എത്രമാത്രം ഉയരത്തിലാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മതിയായിട്ടില്ല, റബ്ബ് സുബ്ഹാനഹു തആല ആ ആയത്തിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളെ മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്കുപോലും പറയരുത്. ശേഷം പറയുന്നുണ്ട്, അവരെ നിങ്ങളെ തള്ളിക്കളയരുത്, അവരോട് ആദരപൂർവമായ വാക്കുകളല്ലാതെ നിങ്ങൾ സംസാരിക്കരുത്. ഒരു ചെറിയ അസഹിഷ്ണുത പോലും റബ്ബ് സുബ്ഹാനഹു തആല വെറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് എത്രമാത്രം കടമയുണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രത്തോളം മഹത്വമുള്ള നമ്മുടെ പ്രിയ മാതാപിതാക്കൾ റബ്ബ് സുബ്ഹാനഹു തആല ഇത്രമാത്രം പദവി അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഒരുപാട് കടപ്പാടുണ്ട്. മാതാവ് എന്ന ത്യാഗവും സഹനവും സ്നേഹവും, അതാണ് ഒരു മാതാവിനുണ്ട് ജീവിതകർമ്മം. ഇത്തരം ത്യാഗവും സ്നേഹവും സഹനവും ജീവിതത്തിൽ ഉൾക്കൊണ്ടത് കൊണ്ട് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു തആലയിൽ നിന്ന് വരെ ഇത്രമാത്രം വലിയ സ്ഥാനം മാതാപിതാക്കൾക്ക് ലഭിച്ചത്. മാതാവ് എന്നത് വലിയ ഒരു കടമയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യനെ വന്ന് ചോദിക്കുകയാണ്, നബിയേ, ഈ ലോകത്ത് വെച്ച് എനിക്ക് ഏറ്റവും കടപ്പാടുള്ള വ്യക്തി ആരാണ്? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടി, നിന്റെ മാതാവാണ്. രണ്ടാമതും ഈ മനുഷ്യന് ചോദിക്കുകയാണ്, പിന്നെ ആരോടാണ് കടപ്പാടുള്ളത്? അപ്പോൾ വീണ്ടും റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത് നിന്റെ മാതാവിനോടാണ്. മൂന്നാമതും ഈ ചോദ്യം ചോദിച്ചപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാവിനെയാണ് പറയുന്നത്. നാലാമത്തെ ചോദ്യത്തിനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാപ്പാക്ക് സ്ഥാനം നൽകിയത്. ഇവിടെ നാം ആലോചിക്കേണ്ടത് മാതാപിതാക്കളുടെ സ്ഥാനത്തെയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സമകാലികഘട്ടത്തെ കേരളത്തെയാണ്. എത്രമാത്രം നോവിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളെ. ഈ അടുത്ത് ഞാനൊരു പ്രഭാഷണത്തിൽ കേൾക്കാനിടയായി, ഒരു മാതാവ് ഒരു പ്രിയമകന്, ആ പ്രിയമകനെ ആ മാതാവ് നല്ലവണ്ണം സ്നേഹിച്ചു വളർത്തി. എന്നാൽ ആ മകന് ലഹരിക്കടിമപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും വെച്ചിട്ട് അവന് ലഹരി വാങ്ങുകയാണ്. എന്നാൽ അവന്റെ കയ്യിലുള്ള പണം കഴിയുകയാണ്. അവന് ലഹരി വാങ്ങണം, പണമില്ല. അവന് അടുത്ത നോട്ടം ഉമ്മയുടെ കവുത്തിൽ കിടക്കുന്ന തിളങ്ങുന്ന സ്വർണമാലയിലാണ്. ആ മകന് സ്വർണമാല മോഷ്ടിക്കണം. അങ്ങനെ എല്ലാ ദിവസവും പ്രിയ മാതാവ് തന്റെ മകനോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. അങ്ങനെ ഒരു ദിവസം മകനെ കാണാനില്ല. ആ മാതാവ് എന്ത് ചെയ്യുന്നോ, ഒരു കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് ആ മകൻ വന്നിട്ട് വലിയ പാറക്കല്ലെടുത്ത് ആ മാതാവിന്റെ തലക്കെറിയുകയാണ്. സുബ്ഹാനല്ലാഹ്, തലച്ചോറ് പിളറുകയാണ്. ആ മനുഷ്യൻ ആ മാലയെടുത്തോടുകയാണ്. ശബ്ദം കേട്ടുണർന്ന ആളുകൾ എണീറ്റ് നോക്കുമ്പോൾ ഒരു കള്ളനോടുന്നത് കാണുന്നു. പിന്നാലെ ഓടിയപ്പോഴാണ് മനസ്സിലായത് അത് ആ പ്രിയ മാതാവിന്റെ മകനാണെന്ന്. ഇതാണ് ഒരു മാതാവിന്റെ സ്ഥാനം. പിതാവിന്റെ സ്ഥാനത്തെ പറ്റി പറയണമെങ്കിൽ പിതാവ് കുടുംബത്തിന്റെ കരുത്താണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മാതാവ് കരയുന്നത് കണ്ടിട്ടുണ്ടാകാം. എന്നാൽ എന്റെ പ്രിയ കൂട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ പിതാവ് കരയുന്നത് കണ്ടിട്ടുണ്ടോ? വല്ല അപൂർവമായിരിക്കും നിങ്ങളെ പിതാവ് കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇത്രത്തോളം വലിയ സ്ഥാനവും നമ്മോടത്രവും സ്നേഹവുമുള്ള മാതാപിതാക്കൾ, ആ മാതാപിതാക്കളോട് അനാദരവ് കാണിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി നാം ഓർക്കേണ്ടതുണ്ട് പ്രിയരെയും.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വലിയ പാപങ്ങളിൽ ഒന്നാണ് മാതാപിതാക്കളുടെ അനാദരവ് എന്നുള്ളത്. അതുകൊണ്ട് നാം മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.